ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെറുതെ നോക്കി നിന്നാൽ കൂലി കിട്ടുന്ന 3 കാര്യങ്ങളുണ്ട്. വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി, അല്ലാഹു തആല ഓരോ സെക്കൻഡിൽ കൂലി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ കഅബാലയം. അല്ലാഹു തആല ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ ഒന്ന് സന്ദർശിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആ കഅബാലയത്തിലേക്ക് വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ അതിന് വല്ലാത്ത പ്രതിഫലമുണ്ട്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് മുത്തുനബി തങ്ങൾ പറഞ്ഞു, സ്വന്തം ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തേക്ക് സ്നേഹത്തോടു കൂടെ ഇങ്ങനെ നോക്കിയിരുന്നാൽ, പ്രിയപ്പെട്ട കൂട്ടുകാരാ, സ്വന്തം ഉമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ സ്നേഹത്തോടു കൂടെ നോക്കിയിരുന്നാൽ, ആ നോക്കിയിരിക്കുന്ന ഓരോ സെക്കൻഡിലും അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം തന്നുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ഉപ്പാന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന കൂലിയ നോട്ടം, സ്നേഹത്തിന്റെ നോട്ടാണ്, കൈതുണ്ട്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് കടയ്ക്ക് പോവാൻ വേണ്ടി വിളിച്ചാൽ നമ്മളൊരു നോട്ടം നോക്കാറുണ്ട്. ആ നോട്ടത്തിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. നേരെ മറിച്ച് സ്നേഹത്തോടുകൂടെ ഉമ്മാന്റെ മുഖത്തേക്ക് ഉപ്പാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മൂന്നാമത്തെ കാര്യം ഹബീബായ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലേക്ക്, ഖുർആനിന്റെ ഓരോ വരികളിലേക്കും ഇങ്ങനെ നോക്കിയിരുന്നാൽ, ഖുർആനിലേക്ക് ഒരു മനുഷ്യന് വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാലും അവനിക്ക് പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.